ഹലോ, നമ്മുടെ വാലൻറ്റൈൻസ് പ്രമാണിച്ച് നമ്മളൊരു കപ്പിൾ ടെഡി ബിയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ലവ് പിടിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ ലവിൻ്റെ ബലൂൺ പിടിച്ച് നിൽക്കുന്ന ഒരു ചെക്കനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെക്കൻ്റെ പണിപ്പുരയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം ഞാനൊരു ബോഡി പകുതി ആയതിന് ശേഷമാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. സംഭവം ചെയ്യാതിരിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് തോന്നില്ല, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടായിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ തുന്നിക്കുട്ടി ഈ സംഭവം ഈ നൂല് ഞാൻ ബൾക്കായിട്ട്, സാധാരണ നമുക്ക് നൂല് റൗണ്ട് വൈസും കിട്ടും അല്ലാണ്ടും കിട്ടും. ഞാൻ കുറച്ച് റേറ്റ് കുറവില്ലേ എന്ന് വിചാരിച്ചിട്ട് റൗണ്ട് അല്ലാത്തത് എടുത്തു. എട്ടിൻ്റെ പണിയെന്ന് വെച്ച് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ ബോഡി പാർട്സൊക്കെ ചെയ്തിട്ട് അടുത്തതാണ് നമുക്കതൊക്കെ ജോയിൻ ചെയ്യേണ്ടത്. എന്തായാലും ബുക്കിൽ ഞാൻ നോക്കുന്നുണ്ട്, കാരണം എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ മറന്നുപോയി എനിക്ക് തന്നെ പണിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ലവൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇനി അതുമ്പോൾ ഒരു കമ്പിമ വെച്ച് കൊടുത്തിട്ട് അതൊന്നും ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ബോഡി. ഇനി ഇതിൻ്റെ തല അറ്റാച്ച് ചെയ്യും, കഴുത്ത് കാല്, അങ്ങനെ എല്ലാ പാർട്സ് അറ്റാച്ച് ചെയ്യും. ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കി പോകണമെങ്കിൽ നമുക്ക് ഈസിയാണ്. പക്ഷേ ഈ പാർട്സ് കൂടി യോജിപ്പിക്കാമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ, തലയ്ക്ക് ഇത്രയും ഭ്രാന്ത് പിടിക്കണ ഒരു സംഭവം വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് പൊറിച്ചിലേ? ഇനി ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ കാണണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നത്തെ പെയറെന്ന് പറയുന്നത്. ഇതിന് ഞാൻ ഇൻസ്റ്റയിലിട്ട പാട്ട് കാനന ചായയിലാടുമേ, അത് ഇതിലിട്ടാലും എനിക്ക് കോപ്പറേറ്റ് ക്ലെയിം കിട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാട്ടില്ലാണ്ട് അവരുടെ ആക്ഷൻ മാത്രം കാണിച്ചു തരാം കേട്ടോ. സംഭവം രണ്ടുപേരും ഇപ്പം എൻ്റെ കയ്യിലില്ല, അങ്ങ് ഖത്തറിലേക്ക് പറന്നു. എങ്ങനെയുണ്ട് എൻ്റെ ചെടിക്കുട്ടന്മാർ? എനിക്ക് എന്തായാലും പെണ്ണിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് കംപ്ലീറ്റ് ചെയ്തതിലാന്ന് തോന്നുന്നുണ്ട്. കാരണം പെങ്കൊച്ചിൻ്റെ പാവാടയിൽ എനിക്ക് ഒരു സ്റ്റിച്ച് കൂടുതൽ ചെയ്യേണ്ട വന്നു. കണ്ടാൽ ബാക്ക് കണ്ടറിയാം. എന്തായാലും ഭംഗിക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരക്കുട്ടിപ്പനും സുന്ദരക്കുട്ടിപ്പിയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇതോടുകൂടെ അവസാനിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. പ്ലീസ് ടീം ടു ടാറ്റാ.